അപ്പോൾ ഡമ്മി സബ്ജക്റ്റുകൾ വെച്ചിട്ട് ഉള്ള ക്ലാസ് തന്നെയാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. ഉണ്ട് എന്ന് പറയാൻ ദർ ഈസ് എ കൗ ഇൻ മൈ ഹൗസ് മതി. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു, പാസ്റ്റാണ്, ഭൂതകാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈസ മാറുന്നു, നമ്മൾ വാസ് വേറെ കൊടുക്കണം. അപ്പോൾ ഒന്നിക്ക് വാസ് വരും, അല്ലെങ്കിൽ വേറെ വരും, WER. വാസ് ഏകവനത്തിലൂടെ വേറെ ബഹുവനത്തിലൂടെ. ഇപ്പോൾ ഇവിടെ ഒരു പശുവുണ്ട്, ഒരു സബ്ജക്റ്റ് ഒന്നാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയാൻ ദർ വെക്കും, THER. ദർ ഒരു പശു ആയതുകൊണ്ട്, സബ്ജക്റ്റ് ഒന്നായതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? വാസിനെ തിരഞ്ഞെടുക്കും. ദർ വാസ് എ ഒരു There was a cow in my house. There was a cow in my house. അടുത്തത്, എൻ്റെ വീട്ടിൽ 5 പശുക്കൾ ഉണ്ടായിരുന്നു. ഒരു പശുവാണ് നേരത്തെ ഉണ്ടായിരുന്നു, ഇനി 5 പശുക്കളാണ്. 5 പശുക്കൾ ബഹുവചനമാണ്. അപ്പോൾ വേറെ തന്നെ എഴുതുന്നു. അപ്പോൾ വാസ് പോരാ, വേറെ വേറെ ബഹുവചനമാണ്. There were 5 cows in my house. ഇതേപോലെ തന്നെ ഒരു ക്രിയയാണ്. എൻ്റെ സ്കൂളിൽ 1000 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ 1000 വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥി അല്ല 1000. അപ്പോൾ എന്താണ്? ബഹുവചനമാണ്. അപ്പോൾ വാസിന് വരെ നമ്മൾ എന്ത് വെക്കും? There were 1000 students in my school. There were 1000 students in my school. അപ്പോൾ ഇങ്ങനെയാണ് ഡമ്മി സബ്ജക്റ്റുകളിൽ പാസ്റ്റ് ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇത്ര ഉണ്ടായിരുന്നു, കേരളത്തിൽ ഇത്ര എന്താണ് പാടി നെൽവയലുകൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 കാറുകൾ ഉണ്ടായിരുന്നു ഒക്കെ പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊന്ന് വളരെ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്.